ഭരതേട്ടൻ ശരിക്ക് പുതിയ ആളുകളെ വെച്ചുകൊണ്ടൊരു ചില സിനിമ എടുത്തുടങ്ങുന്ന ആരവം എന്ന ചലച്ചിത്രം, വേണുചേട്ടൻ, പ്രതാപോത്തൻ, പ്രമീള, അങ്ങനെ ഒരു അന്ന് ആകെ കൂടെ ശരിക്കും ആ സിനിമയുടെ തുടക്കത്തിൽ പ്രമീള മാത്രമാണ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ട്രസ് ഉണ്ടെന്ന്. ബാക്കി മുഴുവൻ ആളുകളും ഈ തുടക്കക്കാർ തന്നെയാണ്. വേണുചേട്ടനും ശരിക്കും ഗോപിചേട്ടനും വേണുചേട്ടനൊക്കെ ഈ പറയുന്ന ഇവിടുന്ന് കാവലത്തിൻ്റെ തിരുവരങ്ങളിൽ നിന്നും കാവലത്തിൻ്റെ നാട്യ സംഘത്തിനോടൊപ്പം സഞ്ചരിച്ച് അരവിന്ദൻ്റെ ഒപ്പമൊക്കെയുള്ള ഒരു യാത്രക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ശരിക്കും ഒരു റിഫൈൻഡ് ആക്ടിങ് സ്വഭാവമുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ഈ സിനിമയിൽ വേണുചേട്ടനെ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാട്, അതിൻ്റെ ആകാശം, മലകൾ, മരങ്ങൾ, പുഴ, ഒരു ശരിക്കും ഒരു വന്യമായ പുഴയുടെ സൗന്ദര്യം, ഇതൊക്കെ ശരിക്കും ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഷോട്ടുകൾ പോലും ഭരതൻ ഈ പാട്ടിനകത്ത് ചെയ്തിട്ടുണ്ടെന്നാണ്. കാരണം ഒഗനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ആ സിനിമയുടെ ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുള്ള കുത്തി ഒഴുകുന്ന പുഴയുടെ ഒരു വല്ലാത്ത അവസ്ഥയുണ്ട്. അതിനകത്ത് വേണുചേട്ടൻ്റെ മൂവ്മെൻറ്റ്സുകൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയെ ശരിക്കും ആ പ്രദേശത്തെ അനുഭവിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു കാഴ്ചകൾ നമുക്ക് തരുന്നുണ്ട്. കാരണം വെറുതെ പറഞ്ഞു പോകില്ല. വ്യത്യസ്തനായ കവി എന്ന് നമുക്ക് 100% ആ പദത്തിൻ്റെ എല്ലാ അർത്ഥത്തോടും കൂടി പറയാവുന്ന ആളാണ് കാവാലം നാരായണ പണിക്കർ സാർ. അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം വ്യത്യസ്തങ്ങൾ തന്നെയാണ്. പദപ്രയോഗങ്ങളിലാണെങ്കിലും ഭാഷാശൈലിയിലാണെങ്കിലും അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പുതുമകൾ, പുതിയ പദങ്ങൾ നമ്മുടെ ഭാഷയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളതാണ്. ഏത് രീതിയിൽ നോക്കിയാലും അദ്ദേഹം വ്യത്യസ്തൻ തന്നെ. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ആരവം എന്ന ഭരതൻ സാറിൻ്റെ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാട്ട് എഴുതിയപ്പോൾ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താന്നുള്ളത് ഒരു ചെണ്ടയിലുള്ള ഒരു താളഘടനയിൽ, ചെണ്ടയിൽ നമ്മൾ സാധാരണ കേട്ട് പഴക്കമുള്ള ഒരു താളഘടനയിലാണ് എം ജി രാധാകൃഷ്ണൻ സാറ് ഈണം കൊടുത്തിരിക്കുന്നത്. ആ ഈണത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വരികൾ നോക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപക്ഷെ റൈമിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം നമുക്ക് ചില സ്ഥലങ്ങളിൽ കാണാം. ലം 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 കാലം, പൂക്കാലം അല്ല പൂത്താലം എന്ന് പറഞ്ഞിട്ട് വരുന്ന ഭാഗവും എല്ലാം തന്നെ ആ പാട്ടിന് എനിക്ക് തോന്നുന്നു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നാടൻ പാട്ടാണ്. ശരിക്കും നമ്മുടെ ഫോക്ലോറിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ആളാണ് കാവാലം സാർ. എം ജി രാധാകൃഷ്ണൻ സാറാണെങ്കിലും നാടോടി സംഗീതത്തിന് നല്ല ധാരണയുള്ള ആളാണ്. അവർ തമ്മിൽ ചേർന്നൊരു പാട്ടുണ്ടാക്കുന്ന സമയത്ത് ഒരു നാടൻ പാട്ട് എന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു ദൃശ്യഭാഷയിൽ ഇതെങ്ങനെ വരും, ഒരു സിനിമയിലൊരു നാടൻ പാട്ടിൻ്റെ സാധ്യത എന്താണെന്നുള്ളത് ഒരുപക്ഷെ മലയാളിക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ഏറ്റവും മനോഹരങ്ങളായ പാട്ടുകളിലൊന്നും, ഏറ്റവും വലിയ ഉദാഹരണം ആണ് ഈ പാട്ടെന്നുള്ളത് യാതൊരു സംശയമില്ല. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത, ഊഹോ മാനോടും മയിലാടും മഞ്ചാടിക്കും നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത, ഊഹോ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത, പറിച്ചു കെട്ടിത്ത, കെട്ടിത്ത തിത്ത, മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം, അക്കം പക്കം അച്ഛൻ കൊമ്പത്ത്, അക്കം പക്കം അച്ഛൻ കൊമ്പത്ത്, പൂവാൻ കൂറുന്തല പുന്നാകപ്പറമ്പിലെ കൂണിന്റെ കൂടെ നിൽക്കും പുന്നാരത്താലം, പൂവാൻ കൂറുന്തല പുന്നാകപ്പറമ്പിലെ കൂണിന്റെ കൂടെ നിൽക്കും പുന്നാരത്താലം, ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം, മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത, പറിച്ചു കെട്ടിത്ത, കെട്ടിത്ത തിത്ത, മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടി